ഗസ്റ്റ് ഹൌസിലെത്തിയ മുഖ്യമന്ത്രിയെ തടയാൻ പുറത്തു കാത്തുനിന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശിയതോടെയാണ് സംഘർഷമുണ്ടായത്. തുടർന്ന് പ്രവർത്തകർ ഗസ്റ്റ് ഹൌസ് ഉപരോധിച്ചു. പോലീസ് സമരക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി. ഇതിനിടെ ഒരു പ്രവർത്തകന്റെ തലയിൽ പോലീസ് ലാത്തി കൊണ്ടടിച്ചത് വീണ്ടും സംഘർഷത്തിനിടയാക്കി. സമരക്കാരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷമാണ് മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൌസിൽ നിന്നും പരിപാടിയിൽ പങ്കെടുക്കാൻ പുറപ്പെട്ടത്. ഇതിനിടെ എത്തിയ എവൈഎഫ് പ്രവർത്തകരും മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു. യുവജന സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് മിൽമ ഐസ്ക്രീം പ്ലാന്റിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും മുഖ്യമന്ത്രി മാറി നിന്നു. എന്നാൽ കൂത്തുപറമ്പ് ഒഴിവാക്കാനാണ് മുഖ്യമന്ത്രി പരിപാടിയിൽ നിന്നും മാറി നിന്നതെന്ന് മന്ത്രി കെ.സി. ജോസഫ് പറഞ്ഞു. പരിപാടിക്ക് വരാതിരുന്നു ആരെയും ഭയപ്പെടുന്നുമല്ല, ആ തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. പോലീസ് ഇത് അവഗണിച്ചുകൊണ്ട് അന്ന് സഹകരണ മന്ത്രി എം വി രാഘവൻ പങ്കെടുക്കുകയും അവിടെ ആ സംഭവങ്ങൾ വെടിവെപ്പിൽ കലാശിച്ച ആ സംഭവങ്ങൾ കുന്നമംഗലത്ത് ആവർത്തിക്കേണ്ട എന്ന തീരുമാനത്തിലാണ് ഞങ്ങൾ പരിപാടി മാറ്റിവെക്കാൻ തീരുമാനിച്ചത്. പിന്നീട് കോഴിക്കോട് DCCയുടെ സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രിക്ക് വൻ വരവേൽപ്പാണ് പ്രവർത്തകർ നൽകിയത്. മീഡിയ 1 കോഴിക്കോട്.